ഈ മനുഷ്യൻ കാണിക്കുന്ന പ്രശ്നങ്ങൾക്ക്, കുഴപ്പങ്ങൾക്ക്, തെറ്റുകൾക്ക്, ക്രിമിനലിസത്തിന് ഒക്കെ പണ്ട് കാലങ്ങളിൽ മനുഷ്യനാണ് ഉത്തരവാദി, ആ ചെയ്തവൻ മറുപടി പറയണം. അല്ലെങ്കിൽ പിന്നെ അതല്പം കൂടി കടന്നു കയറിയാൽ അവൻ്റെ മാതാപിതാക്കൾ മറുപടി പറയണം, അല്ലെങ്കിൽ അവൻ്റെ ബന്ധുക്കൾ, സ്വന്തക്കാർ, ഇങ്ങനെയുള്ളവരൊക്കെയാണ് മറുപടി പറയേണ്ടി വരുന്നത്, അല്ലെങ്കിൽ അപമാനിക്കപ്പെടുന്നത്. എന്നാൽ ഇപ്പോൾ കേരളത്തിൽ രണ്ട് തരം വിഷയങ്ങളുണ്ട്. മതം മറുപടി പറയേണ്ടതും മതം മറുപടി പറയേണ്ടാത്തതും. അതായത് ഈ മുസ്ലിം പേരുകാരായിട്ടുള്ള ഏതെങ്കിലും ക്രിമിനലുകൾ, അതാണോ പെണ്ണോ ഏത് ടൈപ്പെങ്കിലും ആവട്ടെ, ഇനി ഈ രാജ്യത്തുള്ള വേറെ സംസ്ഥാനത്തുള്ളതാവട്ടെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്തുനിന്ന് വരുന്നതാകട്ടെ, ഇത്തരം സംഭവങ്ങളൊക്കെ സംഭവിച്ചാൽ ആ വ്യക്തികളിലേക്കല്ല, മതമാണ് അതിനെല്ലാം മറുപടി പറയേണ്ടത്. അതെല്ലാം സർവത്ര മതത്തിൻ്റെ കുഴപ്പമാണ്. എന്നാൽ സമാനമായ തെറ്റുകൾ മറ്റാരെങ്കിലും ചെയ്താൽ, വേറെ ആർക്കെങ്കിലും ആണെങ്കിൽ മതം പറയണ്ട. അത് വളരെ സവിശേഷമായൊരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിലുള്ളത്. കേരളത്തിൽ മാത്രമല്ല, അത് രാജ്യത്തുണ്ടായ ഒരു പൊതുഭാവത്തിൻ്റെ ഭാഗമായി ഉണ്ടായതാണ് കേരളത്തിലും. കേരളത്തിൽ പിന്നെ കുറച്ചുകൂടി ആളുകൾക്ക് കുറച്ചൊരു സുഖകരമായ അന്തരീക്ഷവും കുറച്ച് സമയവും അത്യാവശ്യം ജീവിക്കാനുള്ള സമ്പത്തും വലിയ കഷ്ടപ്പാടും ദുരിതവും ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ പിന്നാലെ കൂടുന്ന ഒത്തിരി പേരെ കിട്ടും. ഇത് വ്യക്തികളിൽ മാത്രമല്ല, രാഷ്ട്രീയത്തിലുണ്ട്, സമുദായത്തിലുണ്ട്, പല സ്ഥലത്തുമുണ്ട്. ഏറ്റവും അടുത്തുള്ള ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. ഇപ്പോൾ ഈ പറയുന്ന നമ്മുടെ കളമശ്ശേരി ദുരന്തം നമ്പർ 1, ഈ ദുരന്തത്തിൽ ആ ദുരന്തം ഉണ്ടായ സന്ദർഭത്തിൽ തന്നെ നേരെ ആ വിഷയം പോകുന്നത് ഹമാസിലേക്കും മുസ്ലിം സമുദായത്തിലേക്കുമാണ്. പ്രതിയെ കിട്ടിയില്ല, സംഭവം അറിഞ്ഞില്ല, ഒന്നും ഉണ്ടായില്ല. സാക്ഷാൽ നമ്മുടെ ഇടതുപക്ഷ നവലിബറൽ ചിന്താഗതികൾക്ക് വേണ്ടി എതിരെ പോരാടുന്ന സെബാസ്റ്റ്യൻ പോൾ സാർ അടക്കം, ഇപ്പോഴത്തെ നമ്മുടെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനും അന്നത്തെ കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖർ സാർ അടക്കമുള്ളവർ നേരെ അത് കൊണ്ടുവന്നത് അതിലേക്കാണ്. പക്ഷേ അത് മാർട്ടിനാണെന്നറിഞ്ഞപ്പോൾ അവിടെ വെച്ച് കഥ മാറി. പിന്നെ മതം മറുപടി പറയണ്ട, മാർട്ടിൻ പറഞ്ഞാൽ മതി എന്ന് മാത്രമല്ല, എന്നിട്ടും അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മുടെ കാശന്മാരുണ്ടല്ലോ, ഈ കാശാ നികൃഷ്ടന്മാർ, അവരെന്ത് ചെയ്തെന്നറിയോ? ഈ മാർട്ടിൻ വിദേശ രാജ്യത്ത് ഇതിനു മുമ്പ് പോയതിനെക്കുറിച്ച് അന്വേഷണം നടക്കുന്നു, അങ്ങോട്ടേക്ക് അവർ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടൊക്കെ അതിന് വേറൊരു തലം കൊടുക്കാൻ തുടങ്ങി. അതൊരു പ്രത്യേകത. രണ്ടാമത്, ഇനി ഈ അടുത്ത് നടന്ന 2-3 സംഭവങ്ങൾ എടുക്കാം. നമ്മുടെ കോട്ടയത്ത് വൃദ്ധരായ 2 മനുഷ്യരെ ഒരുത്തൻ അടിച്ചു കൊന്നു, മുഖം വികൃതമാക്കി, എന്തെല്ലാം ചെയ്യാമോ അത്രമേൽ ക്രൂരതയോടെ ചെയ്തു. അവൻ്റെ പേര് അമിത് എന്നാണ്. അമിത് എന്ന പേര് പുറത്തു വന്നതോടുകൂടി പിന്നെ അവൻ്റെ മതം ആരും ഒന്നും പറയുന്നില്ല, ആ മതഗ്രന്ഥങ്ങളൊന്നും പറയുന്നതിനെക്കുറിച്ച് പറയുന്നില്ല. അവൻ്റെ ദൈവവിശ്വാസത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഏത് ദൈവങ്ങളുടെ പടം ഉണ്ടായിരുന്നു എന്നുള്ളതിനെക്കുറിച്ചോ ഒന്നും ഒരക്ഷരവും മിണ്ടുന്നില്ല. അമിതാണെന്നറിഞ്ഞപ്പോൾ ആ സംഭവം അവിടെ വെച്ച് തീർന്നു. അപ്പോൾ പറഞ്ഞങ്ങ് വിട്ടു, ഒരു കസേരയിൽ ഇരുന്നാൽ മതി അങ്ങനെയുള്ള സംഭവങ്ങൾക്ക്. പക്ഷെ പേര് മാറി വന്നാൽ 2 കസേര വേണം, ഒന്ന് പറയുന്ന ആളിനിരിക്കാനും 2 മതത്തിനെ ഇരുത്താനും. പിന്നെ അടുത്ത സമയത്തായിട്ടുണ്ടായ വേറൊരു സംഭവമാണ്, ഒരു 10ാം ക്ലാസ്സുകാരനായ ചെറുപ്പക്കാരനെ, ഒരു ബാലനെ 4 വർഷം മയക്കുമരുന്ന് കൊടുത്ത് ഒരുത്തി പീഡിപ്പിച്ചത്രേ. അവൾ മാത്രമല്ല, അവിടെ ഭർത്താവ് കൂടിയിട്ട് പീഡിപ്പിച്ച് ദൃശ്യങ്ങൾ പകർത്തിയെന്ന്. ഒരുതരം മനോവൈകല്യമാണ്. പേരാണ് ഏറ്റവും ഉചിതം. എന്നാലോചിച്ച് നോക്കൂ, വെറും ഭാമയല്ല, സത്യഭാമ. എന്നാലോചിച്ച് നോക്കൂ, ആ സത്യഭാമ എന്ന് പറയുന്ന പേര് വെച്ചാണ് ഈ പ്രവൃത്തികളെല്ലാം ചെയ്തത്. അതിൻ്റെ താഴേക്കുള്ള കമൻറ്റ് വായിച്ച് നോക്കിയാൽ എല്ലാവരും തെറി പറയുന്നത് സത്യഭാമയാണ്. അവിടെ മതമില്ല, അവിടെ ഒരു പ്രശ്നവുമില്ല. സത്യഭാമയാണെന്ന് എപ്പോൾ അറിഞ്ഞോ മതം എഴുന്നേറ്റ് അവിടുന്ന് പോയി. അതേസമയം സത്യഭാമയ്ക്ക് പകരം സുബൈദായോ നസീമായോ ആണെങ്കിൽ ഞാൻ ഓർത്തു പോകുന്നത്, ഈ ആറ്റിങ്ങൽ അതിൻ്റെ അപ്പുറത്ത് നെടുമങ്ങാടം കണ്ട ഒരു സ്ത്രീയെ, ഒരു വൃത്തികെട്ട ഒരുത്തൻ, അവനെ ഭർത്താവെന്ന് വിളിച്ചുകൂടാ, ഒരു വൃത്തികെട്ട ഒരുത്തൻ അവൻ്റെ മോനെ ഉപയോഗിച്ചുകൊണ്ട് ഈ വിവാഹ പ്രശ്നത്തിൽ നിൽക്കുന്ന സ്വന്തം ഭാര്യയെ മോശമാക്കുന്നതിന് വേണ്ടി അവൻ്റെ ഉമ്മ ആയ ഈ സ്ത്രീ അവനെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞൊരു വ്യാജവാർത്ത കൊടുത്തപ്പോൾ എന്തെല്ലാം കമൻറ്റുകളാവുന്നത്. ആ സ്ത്രീയെക്കുറിച്ച് എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. എനിക്കൊന്ന് കാണണമെന്നുണ്ടായിരുന്നു, അവരോടൊന്ന് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. കാരണം
അത്രമേൽ ക്രൂരമായ ഒരു ആക്ഷേപത്തെ, ആരോപണത്തെ എങ്ങനെയാണ് ഒരു സ്ത്രീ മറികടക്കുന്നതെന്നൊന്നും അറിയാൻ. പക്ഷേ എനിക്ക് കാണാനൊരു കോണ്ടാക്റ്റ് കിട്ടിയില്ല, എനിക്ക് കാണാനും പറ്റിയിട്ടില്ല. പക്ഷേ അവരുടെ പേര്, ആരോപണം വ്യാജമാണ്, കളവാണെന്ന് പിന്നീട് കോടതി കണ്ടെത്തി. പക്ഷേ ആ വാർത്ത പുറത്തു വന്ന സമയത്ത് എന്ത് തെറിവിളിയായിരുന്നു. ദേ ഇപ്പോൾ പത്തനംതിട്ടയിൽ 17 വയസ്സോ 14 വയസ്സോ ഉള്ള ഒരു സഹോദരൻ 19, 11, 13 ഉള്ള ഇവരെ പീഡിപ്പിച്ചു എന്ന് പറയുന്നു. ആ വാർത്ത പോലും പറയാൻ താല്പര്യമില്ല, ഞാൻ തലക്കെട്ട് മാത്രമേ വായിച്ചുള്ളൂ. പക്ഷേ അതിലും വായിച്ച് നോക്കുമ്പോൾ അതിൽ പേരേതാണെന്ന് വ്യക്തമാകാത്തതുകൊണ്ട് ആരും മതം പറയുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്ക്. അതേസമയം ബാക്കി എല്ലാ സംഭവങ്ങളിലും പ്രഗ്യാ സിംഗ് ഈ രാജ്യത്തിൻ്റെ NIA കോടതിയിൽ കഴിഞ്ഞ ദിവസം വധശിക്ഷ കൊടുക്കണമെന്ന് പറഞ്ഞവരാണ് പ്രഗ്യാ സിംഗ്. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്ക്, ജനാധിപത്യത്തിൽ 5 ലക്ഷം വോട്ടിന് ജയിച്ചാണ് അവർ പാർലമെൻറ്റിൽ ഇരിക്കുന്നത്. അവരെ മതത്തെ ആരും പറയുന്നില്ല. എന്നാൽ അകത്തുനിന്നായാലും പുറത്തുനിന്നായാലും എല്ലാം ഒരു മുസ്ലിം പേരാണെങ്കിൽ പിന്നെ അതിനെല്ലാം മതം മറുപടി പറയണം, പ്രവാചകൻ മറുപടി പറയണം, പിന്നെ ഖുർആനിലുള്ളത് പറയണം. മറ്റേതിലേക്കൊന്നും ആരും പോകുന്നില്ല. പിന്നെ ഇതിലെല്ലാം ഈ സംഭവങ്ങൾ, മുസ്ലിം പേരുകൾ വന്നാൽ പാണക്കാട് തങ്ങൾ പ്രതികരിക്കണം. പ്രതികരിച്ചാൽ മാത്രം പോരാ, ചാടി വീണ് ഇടിച്ചു മറിഞ്ഞ് പറയണം. കുഞ്ഞാലിക്കുട്ടി പറയണം, കാന്തപുര ഉസ്താദ് പറയണം, എല്ലാ മുസ്ലിം സംഘടനകളും പറയണം. പക്ഷേ മാർട്ടിനാണെന്നറിഞ്ഞിട്ട് വേറൊരാളും ഒന്നും പറഞ്ഞില്ല, ആരും പറയണമെന്ന് നിർബന്ധിച്ചുമില്ല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത.